ഇതിലിപ്പോൾ ഇത്രയും നേരം നിന്നിട്ട് നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെട്ടോ? ഇപ്പോൾ സമയം എത്ര, 1 മണിയല്ലേ? ഈ 1 മണി നേരത്ത് എന്തെങ്കിലും ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? കാരണം നേരെ ഷീറ്റാണിത്, ഇരുമ്പിൻ്റെ 2,00,000 ജില്ലാനുറുപ്പ്യൻ്റെ ഇതുപോലെ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്സായിട്ടുണ്ട്. ഞാൻ പൈസ നമ്മളെ കയ്യിൽ കിട്ടി വരണം. അക്കൗണ്ടിൽ കയറിയിട്ടില്ല. കയറിയാൽ ഓൽതാവും, ഇല്ലെങ്കിൽ ഇൻ്റെ തന്നെയാണ്. പാത്രങ്ങൾ കറക്റ്റ് രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് ഓൽക്ക് മറിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് മറിക്കാം. ലോഡ് വന്നു കഴിഞ്ഞാൽ മറിക്കാൻ പറ്റില്ല. മറ്റേ വെച്ചാൽ ലൂസായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കാനുള്ളത്. ടവറിൻ്റെ ഇതാണ്, ആംഗ്ലറാണിത്. ഇത് അതിൻ്റെ ഒരു കോണി മാതിരിക്കത് വരുന്ന സാധനമാണ്. ഇത് അതിൽ വീതി കൂടിയ സാധനം ഇത് അവിടെ ഉണ്ട്, ടവറിൻ്റെത്. ഇത് എത്ര ഇതായാലും ഏത് മയത്ത് കൊണ്ടുപോയിട്ടാലും ഒരുപാട് കാലം ടവറിന്മേൽ കിടന്ന സാധനം. പുറമേ നിന്ന് പണിക്കാരൊന്നും വെക്കാൻ പറ്റില്ല. കാരണം പണിക്കാർ വന്നു കഴിഞ്ഞാൽ പോലും ഇട്ടില്ല. എനിക്ക് മരത്തുമ്മേൽ കയറാൻ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സെറ്റപ്പിൽ ഇവിടെ നിർത്തിയത്. കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഒരു കയറ്റത്തിൽ അത്യാവശ്യം നല്ല തേങ്ങ കിട്ടുന്നുണ്ട്. അപ്പം ഇനി കൂടുതൽ 9 മീറ്റർ നീളമാണ്, 6 ചില്ലറ വീതി ഉണ്ടാവും. 6 ചില്ലറ. കൂടിൻ്റെ പണി നമ്മൾ വെച്ചാൽ മേൽക്കൂരിൻ്റെ പണി ഇതൊന്നും ഞാനല്ല കേട്ടോ, അത് ഇൻഡസ്ട്രിയൽ വർക്ക് എടുക്കുന്ന ആൾക്കാർ ചെയ്തതാണ്. പക്ഷേ പ്ലാറ്റ്ഫോം സൈഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, പുല്ലൂട്ട കൂട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാനാണ്. അതായത് നമുക്ക് തട്ടിക്കൂട്ടുന്ന ഏർപ്പാട്. കാരണം പണ്ടേ നമ്മൾ തന്നെ ആട്ടും കൂട് തട്ടിക്കൂടിൽ പുറമെ നിന്ന് പണിക്കാരെ വിളിക്കല്ല. പിന്നെ ചിലപ്പോൾ കൈസഹായത്തിന് നമ്മളെ ചങ്ങായിമാരൊക്കെ വരലുണ്ട്. നമ്മളെ ചങ്ങായിമാർ ഓല് പൈസക്കല്ല കേട്ടോ, ഓരോലെ താല്പര്യത്തിൻ്റെ പുറത്ത് ഇതിൻ്റെ കൂടെ ഇവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ കൂടെ സംസാരിച്ചിരുന്ന് ചായയും കുടിച്ച് ഇവിടെ ഇരിക്കും. അതിൻ്റെ ഇടയിൽ ഓരോ ആണി അടിച്ചിരുന്ന അതും വലിയ കെട്ടിലാണല്ലോ. അതേപോലെ ചിലപ്പോൾ ഈ സൈഡൊക്കെ ഒറ്റടിക്ക് അടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് മേലെ കയറ്റില്ല. ഈ സൈഡൊന്നായിട്ട് ഒരു വരി വെച്ചിട്ട് അടിയിൽ നിന്ന് അടിച്ചിട്ട് നീർത്തി വെക്കുന്ന. അപ്പോൾ അതൊക്കെ നീർത്തി വെക്കാനൊക്കെ കൈസഹായത്തിന് കോല് വരും. അതൊന്നും ഓൾക്ക് കൂലിയോ കാര്യങ്ങളും കൊടുത്തിട്ടൊന്നുമല്ല. ഓളുടെ നമ്മളായിട്ടുള്ള ഈ ജീവികളായിട്ടുള്ളൊരു ഇതുണ്ട്. ഇപ്പം നമ്മളെ കൂടെ വരുന്നൊരു സുഹൃത്തുണ്ട്, ഇല വെട്ടാനും കാര്യത്തിനൊക്കെ വരുന്നൊരു സുഹൃത്തുണ്ട്. ഓന് ഇതിൻ്റെ കൂലി പ്രതീക്ഷയല്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സുഖമില്ലാതെ കിടന്ന് ആണ്ട് ഇല കഴിയുമ്പോഴത്തേന് ഓൻ അവിടെ കൊണ്ടുവന്നിട്ട്, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഓൻ തന്നെ കണ്ടറിഞ്ഞിട്ട് ഇല കഴിയുമ്പോഴത്തേന് എവിടെയും പോയിട്ട് ഓൻ വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട്. നമ്മളെ സുഹൃത്ത് അയ്യൂബ് എന്ന് പറയും, ഗുഡ്സിലെ ഡ്രൈവറാണ്. ജബലന്നൂർ പറഞ്ഞ ഗുഡ്സുണ്ട് കീശിരങ്ങാടിയിൽ ഓടുന്നത്. നമ്മുടെ സുഹൃത്താണ്. ഓന് ഇതിനോട് നല്ല അതിയായ താല്പര്യമുള്ള വ്യക്തിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൻ്റെ മക്കളൊക്കെ വരും. ഓൻ്റെ മക്കളെ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഇല എടുത്തിട്ട് കൂട്ടിക്കിട്ട് കയറുക, ഓരോ ഇല ഇരിഞ്ഞിട്ട് ഓരോ ആടേക്ക് കൊടുക്കും. അത് ആ കുട്ടികൾക്കുള്ളൊരു താല്പര്യമാണ്. ഓരോ കുട്ടികളെ ഇടയ്ക്കൂടെ വരും, ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ സ്കൂളിൽ ഒഴിവുണ്ടാളൊക്കെ വരും. എന്നിട്ട് ഓരോ ഇല ഇരിഞ്ഞിട്ട് ഓരോ ആടേക്ക് കൊടുക്കും. അതുപോലൊരു താല്പര്യമാണ്. അതേ താല്പര്യം ഓനും ഉണ്ട് കേട്ടോ. ഓന് താല്പര്യം ഉള്ളതുകൊണ്ട് ഓനെ ഇത്രയും കെയർ ചെയ്ത് കൊണ്ട് കൊടുക്കണം. കാരണം ഞാൻ വീണ് കഴിഞ്ഞാൽ എനിക്കൊരു പേടിയില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 10 ദിവസം ഇവിടെ കിടന്നു, ഞാൻ പനി പിടിച്ച് പിന്നെ കൗണ്ട് കുറഞ്ഞിട്ട് കിടന്നു. ആ കിടന്നതിൽ ഇതിൻ്റെ ആടേക്ക് വേണ്ട തീറ്റകൾ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടാൽ മതി. കൊടുക്കൽ ഇവിടെ മക്കളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ഇവർ കൊടുക്കും. മക്കളൊക്കെ ആയിപ്പോൾ ഓരൊക്കെ ഇട്ട് കൊടുക്കാനായി, പ്രായം കൊണ്ടൊക്കെ വലിപ്പം കൊണ്ടൊക്കെ ഓലായി. നോക്കണ്ട, 8ാം ക്ലാസ് പഠിക്കണവനാണ്. അപ്പോൾ ഇവനുണ്ട് 9ാം ക്ലാസ് പഠിക്കണടുത്തുണ്ട്, അവിടെ പുറത്തുണ്ട്. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വന്ന് പോയോ. ഓല് നോക്കുന്നു, വൈഫ് നോക്കും, തീറ്റ ഇട്ട് കൊടുക്കാനൊക്കെ ഓലുണ്ടാവും. പിന്നെ നമുക്ക് ഇത് 1 സൈഡ് 8 അറയാണ്. 9 മീറ്റർ ആണെങ്കിലും 8 അറയാണ്. 1 2 3 4 5 6 7 8 അറകളാണ് 1 സൈഡ് ഉള്ളത്. 1 സൈഡ് 8 അറ. പിന്നെ ഇവിടെ 2 അറയുള്ളൂ. ഒരു അത്യാവശ്യം ചെറിയൊരു ഹാളും ചെറിയൊരു അറായിട്ട് ഉണ്ടാക്കിയിട്ടതാണ്. കാരണം ഇത് നമ്മൾ പ്രസവിക്കുന്ന ആടുകളൊക്കെ ഉണ്ടാകുമ്പോൾ, അതേപോലെ പിന്നെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മക്കളിടല്ലോ, മക്കളിടാനും പാടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹാളായിട്ടുള്ള ചെറിയൊരു അറ. ഇതൊരറ. ഇത് പുൽത്തൊട്ടിയാണ്. പുൽത്തൊട്ടി നമ്മൾ ഇത് ഉള്ളിൽ 50 സെൻറ്റിമീറ്റർ വീതിയാണ്. അടിഭാഗം കേട്ടോ, മേൽഭാഗം കൊണ്ട് ഒരു 70 എത്തും. മേൽഭാഗം 70, അടിഭാഗം 50 സെൻറ്റിമീറ്റർ. കാരണം നമ്മൾ പാത്രങ്ങൾ കറക്റ്റ് രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് അവർക്ക് മറിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് മറിക്കാം. ലോഡ് വന്നു കഴിഞ്ഞാൽ മറിക്കാൻ പറ്റില്ല. മറ്റേ വെച്ചാൽ ലൂസായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കും. ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് കണ്ടിട്ട് ഒരു 50 സെൻറ്റിമീറ്റർ ഇവിടെയും, ഇവിടെ ഒരു 70 സെൻറ്റിമീറ്റർ മേൽഭാഗം ചെരിച്ചിട്ട് ഇത് ഷീറ്റാണ് അടിച്ചത്. ഞാൻ ആദ്യമൊക്കെ നെറ്റാണ് അടിച്ചിരുന്നത്. കൂടുതലിൻ്റെ കൂടിൻ്റെ അടികളൊക്കെ ഇവിടെ നെറ്റാണ് ഉണ്ടാവാറ്. കുത്തി ഞാൻ പിന്നെ അലൂമിനിയം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് എന്താ വെച്ചാൽ എനിക്ക് മോറാൻ പറ്റുന്നുണ്ട്, കേക്ക് വൃത്തിയാക്കാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കും. കാരണം വേസ്റ്റുകളൊക്കെ വീണ് അപ്പോൾ ഫംഗസിൻ്റെ ഇത് ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. തെങ്ങ് ഇത് നമ്മളിവിടെ നിലനിർത്തിയതാണ്, തെങ്ങിന് ഒഴിവാക്കാതെ. കാരണം തെങ്ങ് അത്രയും നല്ല കായ്ഫലുള്ളൊരു തെങ്ങാണ്. തെങ്ങ് മൂപ്പും കുറവാണ്, അത്യാവശ്യം നല്ലോണം കായ്ഫലം. കാരണം ഇതിൻ്റെ ഗുണങ്ങൾ പറയാൻ എണ്ണം ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ലോണം തേങ്ങ എനിക്ക് കിട്ടും. അപ്പോൾ ഇനി എനിക്കിത് എന്തായാലും ഒഴിവാക്കാൻ തോന്നിയില്ല. അപ്പോൾ നമ്മൾ മേലെ കയറി ഷീറ്റിൻ്റെ മേലെ കൂടെ കയറിയിട്ട് ഞാൻ തന്നെ മേലെ കയറിയിട്ട് ഇടലാണ്. പുറമേ നിന്ന് പണിക്കാരൊന്നും വെക്കാൻ പറ്റില്ല. കാരണം പണിക്കാർ വന്നു കഴിഞ്ഞാൽ പോലും ഇട്ടില്ല. എനിക്ക് മരത്തുമ്മൽ കയറാൻ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സെറ്റപ്പിൽ ഇവിടെ നിർത്തിയത്. കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഒരു കയറ്റത്തിൽ അത്യാവശ്യം നല്ല തേങ്ങ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഒഴിവാക്കേണ്ട ആവശ്യം വരുന്നില്ല.
പിന്നെ ഷീറ്റിലേക്ക് വീകുന്ന ഒരു പ്രശ്നം ഈ തേങ്ങുമൊന്നുമില്ല. ഇതിൻ്റെ തേങ്ങ അത്രയും പെട്ടെന്ന് മുത്തി കൊഴിഞ്ഞ് പോകുന്നൊരു തേങ്ങ അല്ല, അത്യാവശ്യം പിടിച്ച് നിൽക്കുന്ന ഒരു തേങ്ങ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൊഴിഞ്ഞാടുന്ന പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് കയറി 2-3 കൊലൊക്കെ ഒരു പ്രാവശ്യം ഇടാനുണ്ടാവും. ഒറ്റ പ്രാവശ്യം ഒരു 3 കൊല ഇടാനുണ്ടാവും. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ 3 ഐറ്റംസ് മരങ്ങളുണ്ടാവും. 3 ഐറ്റംസ് വെച്ചാൽ 3 അല്ല 4. അതായത് അയനിപ്പിലാവാണ് മെയിനായിട്ട്. ഇതിൻ്റെ ഫ്ലോറുകൾ കൂടുതലും 99% ഫ്ലോർ അടിച്ചത് അയനിപ്പിലാവാണ്. അതേപോലെ സൈഡുകൾ മൊത്തം അയനിപ്പിലാവാണ്. ആഞ്ഞിലി എന്ന് പറയും കേട്ടോ, ചില ഏരിയക്ക് ആഞ്ഞിലി എന്ന് പറയും. നമ്മളവിടെ അയനിപ്പിലാവ് എന്ന് പറയും. സൈഡ് ഫുള്ളായിട്ട് അയനിപ്പിലാവാണ്. പിന്നെ ഇതിൻ്റെ അടിക്കന്നെ നമുക്ക് റണ്ണർ കൊടുത്തത് താന്നിയാണ്. നമ്മുടെ വണ്ടിക്കൊക്കെ ബോഡി അടിക്കാൻ പോണ താന്നി എന്ന് പറയും. അതാണ് ഇതിൻ്റെ അടിയിൽ റണ്ണറായിട്ട് ബലങ്ങായിട്ട് കൊടുത്തത്. അതിൻ്റെ അടിയിൽ പിന്നെ വേറെ ബലങ്ങ് കൊടുത്തിട്ടുണ്ട്, അത് ആംഗ്ലെയറാണ്. ടവറിൻ്റെ ആംഗ്ലെയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ ക്രോസ് ബമ്പറായിട്ട് നമ്മൾ കൊടുത്തത് പിന്നെ ഇതാണ്, താന്നിയാണ്. പിന്നെ താന്നിൻ്റെ കുറച്ച് പട്ടിക ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. താന്നി എന്താണ് നിലവാരം അറിയാൻ വേണ്ടിയിട്ട്, നമ്മൾ ഫ്ലാറ്റിൽ ഉപയോഗിച്ചിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ അടിച്ചിട്ടുണ്ട്. കാരണം ഇത് ഓരോ മരങ്ങൾ നമ്മൾ പരീക്ഷിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഗുണനിലവാരം അറിയാം. അതേപോലെ കോലരണി, ആ കാണാൻ വെളുത്തുകൊണ്ട് നിൽക്കുന്ന കുറച്ച് കാണുന്നുണ്ടല്ലോ അവിടെ ആ സൈഡിൽ, അത് കോലരണി എന്ന് പറയും. അതായത് ചിലവർ കാറ്റാടി എന്നൊക്കെ പറയും. കോലരണി എന്ന് പറഞ്ഞൊരു മരമാണത്. അത് ഞാൻ മറ്റേ കൂടുമ്പലൊക്കെ അടിച്ചു. പക്ഷേ നല്ല വീടുക്കുന്ന സാധനം, പക്ഷെ വെയിറ്റ് വളരെ കുറവായിരിക്കും. കൂടിന് വെയിറ്റ് ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. വെയിറ്റ് കുറഞ്ഞ മരമാണ്, പക്ഷെ നല്ല വീടുക്കുന്നുണ്ട് കോലരണി എന്ന് പറഞ്ഞിട്ട്. ഞാൻ മറ്റേ കൂടുതലൊക്കെ ഉപയോഗിച്ചാൽ ഇത്രയും കാലം കിട്ടിയിട്ടുണ്ട് എനിക്ക്, ഒരുപാട് കാലം വീട് കിട്ടിയ മരം. പിന്നെ നമ്മളെ സാധാ പ്ലാവുണ്ട്. ഇപ്പോൾ ഈ ഡോറൊക്കെ പ്ലാവിലാട്ടോ, നമ്മളെ സാധാ പ്ലാവാണ് ഈ ഡോറിൻ്റെത്. വെച്ചാൽ ഏതാണ്ട് ഡോറുകളൊക്കെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. വെച്ചാൽ മീഡിയം പ്ലാവാണ്, അതായത് ഓവർ മൂപ്പുള്ള പ്ലാവൊന്നുമല്ല, ഒരു മീഡിയം പ്ലാവ് എടുത്തിട്ട് അതിൽ നിന്ന് ഈർന്നിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മളെ ബാക്കിയൊക്കെ അയനിപ്ലാവാണ്. ഇത് ഞാൻ ഈ സൈറ്റ് കണ്ടിട്ട് ഇവിടെ ആദ്യം കൂടെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ആ കൂട് അടിയിക്ക് എടുത്ത് വെച്ച കൂട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കൂട്ടേക്കാട്ടിലും വലുപ്പത്തിൽ വേണം. പിന്നെ ഇതിൻ്റെ ഒരു ഇതിൽ 2 സൈഡിൽ നിന്നുള്ള അറകൾ, അതായത് പുല്ലുട്ട ഫുൾ കൂടിൻ്റെ ഉള്ളിലേക്ക് വരണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ പല സമയങ്ങളിൽ നമ്മളെ പുറം സൈഡിലേക്കുള്ള പുല്ലൂട്ടാകുമ്പോൾ ചെറിയ കുട്ടികൾ ഈ പുല്ലൂട്ടി കൂടെ കയറി പുറത്തേക്ക് ചാടുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതാകുമ്പോൾ ആ പ്രശ്നമല്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ കൂട്ടിലുണ്ടാവും. ഇവർക്ക് ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഇത് ഇവിടെ ശരിക്കും റൂം അടിക്കാനുള്ള സ്ഥലം കേട്ടോ. ഇത് ഞാൻ പിന്നെ ഇവർക്ക് ഓടിക്കളിക്കണം കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യം, ഇത് ഇവിടെ ഹാളായിട്ട് കിടന്നോട്ടെ. കുറച്ച് ആടുകളൊക്കെ കെട്ടാള് 4 കൂടടിക്കാനുള്ള സ്ഥലമുണ്ട്, 4 അറകൾ അടിക്കാനുള്ള സ്ഥലം ഇവിടെ ഫ്രീ ആക്കി ഇട്ടേക്കുക. അപ്പോൾ ഇത്തിരി സ്ഥലം ഒരു വിശാലമായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ പാഞ്ഞ് കളിക്കുക. നല്ല കുട്ടികളുണ്ടാകുമ്പോൾ പോലെ പാഞ്ഞ് കാണാൻ നല്ല രസം. ചില സമയത്ത് ഒച്ചപ്പാടും ബാളൊക്കെ ആയിട്ട് ഓലൊക്കെ പാടെ പാഞ്ഞ് കളിക്കുമ്പോൾ നല്ല രസം കാണാം. അപ്പോൾ അങ്ങനെ ഹാളായിട്ട് അങ്ങനെ നിർത്തിയതാണ്. അടിക്കാള പലകയും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്കാണ്, സാധനമില്ലാത്ത കേടല്ല. പക്ഷെ അന്നങ്ങനെ നിർത്തി വെച്ചു. പിന്നെ അങ്ങനെ തോന്നി അതൊരു കാര്യമാണ്, അവിടെ കിടന്നോട്ടെ, ഒഴിഞ്ഞെന്നെ കിടക്കട്ടെ വിചാരിച്ചു. കുട്ടികൾക്ക് സുഖമായിട്ട്, അവർക്ക് വിശാലമായിട്ട്, കുട്ടികൾ വിശാലമായിട്ട് വിശാലമായ അന്തരീക്ഷത്തിൽ ഓടിച്ചാടി കളിക്കട്ടെ. വളർച്ച അതാണല്ലോ. ഇതിലിപ്പോൾ ഇത്രയും നേരം നിന്നിട്ട് നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെട്ടോ? ഇപ്പോൾ സമയം എത്ര, 1 മണിയല്ലേ? ഈ 1 മണി നേരത്ത് എന്തെങ്കിലും ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? കാരണം നേരെ ഷീറ്റാണിത്, ഇരുമ്പിൻ്റെ ഷീറ്റാണ്. ഈ ഇരുമ്പിൻ്റെ ഷീറ്റിൻ്റെ അടിയിൽ നിന്നിട്ട് ഒരു ചൂടും അങ്ങനെ കൂടുതലായിട്ട്, അതായത് നമ്മൾ പുറമേ ഒരു ഇരുമ്പിൻ്റെ ഷീറ്റ് നിൽക്കുന്ന അതില്ല. കാരണം എന്താ വെച്ചാൽ ഫുൾ ടൈം കാറ്റ് കയറി ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ചൂട് ഈ അന്തരീക്ഷത്തിൽ നിൽക്കില്ല. കാരണം അതിലെ കാറ്റ് വന്ന് ഇതിലെങ്ങനെ ഇറങ്ങി പോവല്ലേ. അതുകൊണ്ട് തന്നെ നേരെ മറിച്ച് നിങ്ങൾ ആ കൂടിൻ്റെ ഉള്ളിൽ പോയിരുന്നു നോക്കി അടിയത്തെ ചിലപ്പോൾ ഇതിലേറെ ചൂടുണ്ടാവും അവിടെ. കാരണം എന്താ വെച്ചാൽ അത് ദാർപ്പയാണ് ഷീറ്റിൽ വരാക്കാൻ വേണ്ടി കുറച്ച് താത്തി കെട്ടിയിട്ടുണ്ട്. അത് അയച്ച് പണിയാനുള്ളതാണ്. ഇനി അതൊക്കെ ഒന്ന് പണിത് ലെവലാക്കാണ്ട് ഇൻഷാ അല്ലാഹ് വൈകാതെ അതിൻ്റെ പണിയും വരണമെന്നുണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ ഉൾപ്പെടുത്താം കുറച്ച് കഴിഞ്ഞിട്ട്. നമ്മൾ മെയിൻ ഡോറാട്ടത്. മെയിൻ ഡോർ ചെയ്തിട്ട് ഒരു അറൻ്റെ സ്ഥലം ഇവിടെ ഒഴിവാക്കിയിട്ടിട്ട് അതിൽ ചെയ്താണ്, സ്റ്റെപ്പ് ഇട്ട് അടിച്ചിട്ട് റാമ്പ് അടിച്ചാണ്ട് ഇങ്ങനെ ചെയ്താണ്. ഇതാണുള്ളത് ടവറിൻ്റെ ഇതാണ്, ആംഗ്ലെയറാണിത്. ഇത് അതിൻ്റെ ഒരു കോണി മാതിരിക്കത് വരുന്ന സാധനമാണ്. ഇത് അതിൽ വീതി കൂടിയ സാധനം ഇത് അവിടെ ഉണ്ട്, ടവറിൻ്റെത്. ഇത് എത്ര ഇതായാലും ഏത് മയത്ത് കൊണ്ടുപോയിട്ടാലും ഒരുപാട് കാലം ടവറിന്മേ കിടന്ന സാധനം അത്. ഇതിപ്പോൾ ഇനി എത്ര മയത്ത് മൂത്രമായാലും ഒരു പ്രസ്സും അതിനില്ല, എത്ര കാലം അവിടെ കടന്നു പോകും. അതാണ്. ഇതൊക്കെ സിമെൻറ്റ്, ഇതൊക്കെ കല്ലാട്ടോ, കാല് കെട്ടിയതൊക്കെ കല്ലിലാണ്. ഇതാണ് നമ്മൾ പിന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിൻ്റെ കീഴിലാണ് കൂടിന് അപേക്ഷ കൊടുത്തത്. പൈസ കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അല്ലേ, 2,00,000 ചില്ലാനം ഉറുപ്പ്യൻ്റെ ഇതുപോലെ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്സായിട്ടുണ്ട്. ഞാൻ പൈസ നമ്മളെ കയ്യിൽ കിട്ടി വരണം.
അക്കൗണ്ടിൽ കയറിയിട്ടില്ല, കയറിയാൽ വലുതാവും, ഇല്ലെങ്കിൽ ഇല്ല തന്നെയാണ്. പലരും വന്ന് ചോദിക്കും പൈസ കിട്ടി ചോദിക്കും. ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല, കിട്ടും എന്ന് പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. കിട്ടിക്കോളും, പലർക്കും കിട്ടിയിട്ടുണ്ടല്ലോ, നമുക്കും കിട്ടിക്കോളും. ഇതൊക്കെ നല്ല ജി ഐൻ്റെ ഇതട്ടോ, ഇതൊക്കെ പൊളിമാർക്കെന്ന് മേടിച്ചതാണ്. പൊളിന്ന് മേടിച്ച നല്ല ജി ഐൻ്റെ നമ്മളെ കൂടുതാ, പഴയ കൂടാണിത് നമ്മളെ. അപ്പം അതിൽ മുട്ടന്മാർ രണ്ടാളേ ഉള്ളൂ, മൂന്നാളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളെ മിഞ്ഞാന്ന് കൊണ്ടുപോയിട്ടുള്ളൂ, വിറ്റതാ. ഒരു ഹൈദരാബാദി മുട്ട ഉണ്ടായിരുന്നു, അവനെ കൊടുത്തതാ. നമ്മളൊരു ക്രോസ് ബീഡ് മുട്ടനും ഒരു ബീറ്റിൽ മുട്ടനും. പിന്നെ നമ്മൾ ഇങ്ങനെ ക്വാറന്റൈനൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പുതിയ ആട് വന്നാൽ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂടാണിത്. പക്ഷെ ഇതൊക്കെ പഴയ ആടുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കുറേ ആയിട്ട് പുതിയ ആട് വരാത്തത് കൊണ്ട് നമ്മളെ പഴയ ആടുകളാണ് ഇപ്പോൾ ഉള്ളതൊക്കെ. അവരൊക്കെ റെസ്റ്റിലാണ്, ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചമയക്കത്തിലാണ്. ഡേ എന്നാ ഇവളൊരു കുട്ടീൻ്റെ അവിടെ മേലെ, അവൾ കടിഞ്ഞൂലാണ്, അവൾ പ്രസവിച്ചിട്ടൊന്നുമില്ല. ഇവളൊരു 2 പ്രസവം കഴിഞ്ഞതാ, 3ാമത്തെ ചെന. നീച്ചടി നീച്ച്, ഒക്കെ റെസ്റ്റിലാണ്. ഒക്കെ എണീച്ചിട്ടാൻ വലിയ പാടാ, റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ. ഫുൾ വൈറ്റ്, അതാ പറഞ്ഞ ഇവിടെ വൈറ്റ് ഉണ്ട് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഫുൾ വൈറ്റാണ്, ഒരു കേട് നമുക്കില്ല. അതുകൊണ്ട് അത് ഈ വയനാടൻ ബ്രീഡ് എന്നൊക്കെ പറയും. വയനാട് ബ്രീഡൊന്നുമല്ല, ഒരു അംഗീകാര ബ്രീഡൊന്നുമല്ല, വയനാടനാട് എന്ന് പറയും. അതായത് വയനാടൻ അവിടെ ഓല് ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കിയ ഒരു തരം ഒരു ക്വാളിറ്റിയാണത്. അതിൽ പെട്ടതാണത്. പക്ഷെ നല്ല ആടാണ്, നല്ല കടിഞ്ഞൂലാണ്, അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും ഉണ്ട്, നല്ല കാലകരും. അത് വെച്ചാൽ ഒരു ആടിൻ്റെ വലുപ്പത്തിൽ ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഈ വയനാടനാടിൻ്റെ പ്രത്യേകത അതിൻ്റെ അസിൽ കിട്ടിക്കഴിഞ്ഞാൽ, അസിൽ പറഞ്ഞാൽ അതിൻ്റെ ഓല് ഉണ്ടാക്കിയതിൻ്റെ ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്നുള്ള അതിനുള്ള ബോഡിയാണത്. കാരണം 2 പല്ല് പ്രായമായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 50 കിലോൻ്റെ മീതെ ബോഡി വെയിറ്റില്ല ആട്. നമ്മൾ സാധാരണ ക്രോസ് ബീഡ് 2 പ്രായത്തിൽ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ആ ബോഡി വെയിറ്റ് വരാൻ ചാൻസ് കുറവാണ്. വരുന്നവരുണ്ട് കേട്ടോ, ഇല്ല എന്നുള്ളതല്ല. എന്നാലും പ്രസവിക്കുന്നതിന് ഇപ്പോൾ ചെനക്ക് ഒരിക്കൽ ക്രോസ് ചെയ്തിട്ടുണ്ട്, ചെന ആയിട്ടില്ല. ഇത് നമ്മൾ പഴയ കൂടല്ലേ. ഇതിൽ അവിടെയും ഇവിടെയൊക്കെ മുട്ടന്മാരായതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട്, പെണ്ണാടല്ലാത്തതുകൊണ്ട് കുറച്ച് അടിയത്തെ പലകളൊക്കെ ഇളകിപ്പോയിട്ടുണ്ട്. ഇപ്പം ക്രോസാണ്, അതായത് ഇവൻ്റെ തന്ത ഹൈദരാബാദിയാണ്, തള്ളൊരു ബീറ്റിലായിരുന്നു. അപ്പം അതിൽ ഇറങ്ങി. അപ്പം ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ നിർത്തിയതാണ്. നമ്മളെ മുട്ടൻ്റെ കുട്ടി തന്നെയാണ്. ഇവിടെ അത് ബീറ്റിലാണ്. 1.5 വയസ്സ്, 1.5 വയസ്സ് പ്രായമുള്ള ആളാണ്.